സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ജയപ്രകാശ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കാലതാമസം കൂടാതെ അന്വേഷണം CBI ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണം എന്നായിരുന്നു ഹർജിയിൽ ആവശ്യം. മസാല ബോണ്ട് ഇടപാടിലെ EDയുടെ പുതിയ സമൻസിനെതിരെ തോമസ് ഐസക് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇന്നുവരെ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച EDക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വാർത്തകളും ഇതിനിടെ സജീവമാണ്. എറണാകുളത്ത് 14 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇവയുടെ സൂക്ഷ്മ പരിശോധന നടക്കും. വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ആദ്യമായി അറിയേണ്ടത് സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിലുള്ള CBI അന്വേഷണത്തെക്കുറിച്ചുള്ള ഹർജി, അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജി, അത് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഹർജിയിലെ ആവശ്യങ്ങൾ? ലക്ഷ്മി, സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച് CBI അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും തുടർന്ന് ഈ നീക്കങ്ങളെ അട്ടിമറിക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്നും CBI അന്വേഷണം എത്രത്തോളം വൈകുന്നോ അത് തെളിവുകൾ നശിപ്പിക്കാൻ കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഹൈക്കോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. ആ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത് ബോധപൂർവം തന്നെ ഈ SFI വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ CBI അന്വേഷണം പ്രഖ്യാപിക്കണം. അതിന് കാലതാമസം ഉണ്ടാവുകയും ചെയ്യരുത്. ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾക്ക് തടയിടണം എന്ന ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും സർക്കാരിനുള്ള വിശദീകരണം തേടാനും അടിയന്തര നടപടികൾക്കുമുള്ള സാധ്യത തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ലക്ഷ്മി, സുധീഷ്, നമുക്കറിയാം കേരള പോലീസ് തെളിവുകളൊക്കെ നശിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഇനിയൊരു ഉന്നതതല അന്വേഷണം CBI അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ ഇത് വെച്ച് താമസിപ്പിച്ചു എന്നൊരു ആരോപണം നേരത്തെ തന്നെയുണ്ട്. മാത്രമല്ല കേരള പോലീസ് തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ടാണ് ഈ ഒരു അന്വേഷണം CBIക്ക് കൈമാറുന്നത് എന്നൊരു ആരോപണവും വളരെ വലുതായി ഉയരുന്നുണ്ടല്ലോ. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജി എന്നുള്ളതാണ്. ഹൈക്കോടതി ഇനി ഏത് നിലപാടെടുക്കും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് എല്ലാവരും. ലക്ഷ്മി, കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു കൊലപാതകം ഇല്ലെങ്കിൽ അത്തരം ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഈ ഒരു വിദ്യാർത്ഥിക്കുണ്ടായ കൊടിയ പീഡനങ്ങൾ അതുതന്നെയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് എത്തിച്ചത്. അതിന് നേതൃത്വം നൽകിയത് SFI വിദ്യാർത്ഥികളാണ്, ഇല്ലെങ്കിൽ SFIയുടെ നേതാക്കൾ അടക്കമാണ് എന്നതും ഏകദേശം പുറത്തു വന്നു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിലെ എല്ലാ പ്രതികളും ശിക്ഷ അർഹിക്കുന്നവരാണ്. അവരെല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ വരണം എന്ന ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അത് അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സന്തോഷം, ഒരു പ്രതീക്ഷ, തൻ്റെ മകന് നീതി ലഭിക്കും എന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത് CBIക്ക് ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു നിർദ്ദേശം പോകുന്നതിന് പോലും വലിയ കാലതാമസം വരുന്നു. പിന്നീട് ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നു. ഇതോടൊക്കെ ഒപ്പം തന്നെ CBI അന്വേഷണം ഏറ്റെടുക്കാതിരിക്കാനുള്ള തരത്തിലുള്ള നീക്കങ്ങളും ആഭ്യന്തര വകുപ്പിൻ്റെയും മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നതാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ അത് SFI വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിന് സർക്കാർ സംവിധാനം ബോധപൂർവം പ്രവർത്തിക്കുന്നു ഇല്ല, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് പോലും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ആ ഒരു സാഹചര്യം ഉണ്ടായതോട് തന്നെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഇത്തരത്തിൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നു. പരസ്യ പ്രസ്താവനകളുമായി ഇതിലെ തൻ്റെ അമർഷവും നിസ്സഹായതയും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ അതിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ 100% അവിടെ നിന്നെങ്കിലും ഒരു നീതി ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നതും. ലക്ഷ്മി.